വികലമായ കാഴ്ചപ്പാടും വെറും തോന്നലും നമുക്ക് പറ്റിയതല്ല. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ബെത്സയിദയിലെ ഒരു കുരുടനെ സൗഖ്യമാക്കുന്നത് കാണുവാൻ കഴിയും. ആദ്യം ആ മനുഷ്യന്റെ കണ്ണിൽ അവൻ തുപ്പി, എന്നിട്ട് അവന്റെ മേൽ കൈവച്ചു. അവനോട് ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അവന്റെ മറുപടി ഇപ്രകാരമാണ്. അവൻ യേശുവിനോട് പറയുകയാണ്, ഞാൻ മനുഷ്യരെ കാണുന്നു, അവരെല്ലാം മരങ്ങൾ പോലെയാണ് നടക്കുന്നത്. കർത്താവിന് തോന്നി, ഇവനെ ഇങ്ങനെ വിട്ടാൽ ഇവൻ കോടാലി എടുക്കും, ഇവൻ മഴുവെടുക്കാൻ സാധ്യതയുണ്ട്, ഇവൻ വെട്ടുകത്തി എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവൻ മനുഷ്യനെ കാണുന്നത് മരങ്ങൾ പോലെയാണ്. മരങ്ങൾ വെട്ടാനല്ലേ നാം ആയുധങ്ങൾ എടുക്കുന്നത്? ഇന്ന് പലപ്പോഴും മനുഷ്യനെതിരെ പോരാടുകയാണ്. വികലമായ കാഴ്ചപ്പാടുകളാണ്. മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. യേശു എന്ത് ചെയ്തെന്നറിയാമോ? യേശു അവനെ വീണ്ടും ഒന്നുകൂടി അവനെ സ്പർശിച്ചു. ഒരു സെക്കൻഡ് ടച്ച്. ഈ കാലഘട്ടത്തിൽ പ്രിയരെ, നമുക്കൊരു രണ്ടാം സ്പർശനം ആവശ്യമാണ്. യേശു കർത്താവിൻ്റെ ആ സെക്കൻഡ് ടച്ചിലൂടെ അവൻ്റെ കാഴ്ചപ്പാട് മാറി, അവൻ ശരിയാവണ്ണം കണ്ടു. ഈ ദിവസങ്ങളിൽ വികലമായ കാഴ്ചപ്പാടുകളെല്ലാം മാറി, നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന സകല തോന്നലുകളും മാറി, യഥാർത്ഥമായ ഒരു ദൈവിക ദർശനത്തിലേക്ക് വരുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ.